ഹരേ കൃഷ്ണ. രാധേ രാധേ. ഗുരുവായൂർ ഏകാദശി വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഗുരുവായൂരപ്പൻ്റെ ഏകാദശി നോൽക്കാനുള്ളൊരു അതിയായ ആഗ്രഹം. ഏകാദശിക്കു ശേഷം നടക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് ദ്വാദശി പണസമർപ്പണം. ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർണ്ണ സംതൃപ്തിക്കായി ഭക്തർ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ആചാര്യദക്ഷിണയാണത്. ഏകാദശി ദിവസം അർദ്ധരാത്രി മുതൽ ഭക്തർ കുളിച്ച് ശുദ്ധരായി ഗുരുവായൂരമ്പലത്തിലെ കൂത്തമ്പലത്തിലെത്തി അഗ്നിഹോത്രികൾക്ക് ദ്വാദശി പണം സമർപ്പിക്കും. ത്രേതാഗ്നിയുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ സമർപ്പണം. യാഗം കഴിഞ്ഞാൽ യജമാനനും പത്നിയും യാഗാഗ്നി അരണിയിൽ ആവാഹിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുപോകും. ആ അഗ്നി കെടാതെ സൂക്ഷിക്കണം. ഇതാണ് ത്രേതാഗ്നി. യജ്ഞപ്രിയനായ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഈ യജ്ഞ സംസ്കാരം നിലനിർത്തുവാനായാണ് ദ്വാദശി പണ സമർപ്പണത്തിലൂടെ ഭക്തർക്ക് അവസരം നൽകുന്നത്. ഹരേ കൃഷ്ണ. രാധേ രാധേ.